Hallelujah. Praise Jesus. Hallelujah. സന്തോഷമുള്ളവർ ചിരിച്ചുകൊണ്ടൊരു ഹാലലൂയ പറഞ്ഞാട്ട് ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടിയിരുന്ന് നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ആമേൻ രുചിച്ചറിഞ്ഞവർ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഈ പകലും കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവരാ, നമ്മുടെ ദൈവം എത്ര നല്ലവരാ. നാട്ടൂര് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങള് അയവിറക്കുന്നവർക്ക് മൗനമായി ഇരിപ്പാൻ കഴിയത്തില്ല. ഭക്തൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരകവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മളായിരുന്ന സ്ഥാപനത്തിൽ, നമ്മളായിരുന്ന ജോലി മേഖലയിൽ, നമ്മൾ സഞ്ചരിച്ച അതേ പാതയിൽ, നമ്മൾ കയറിയ വാഹനത്തിൽ, ആപത്തുകൾ അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്ത് ആമേൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ അവിടിവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ ആ കരുതൽ പരിപാലനം അനുഭവിച്ചവർ അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി നന്ദിയോടെ ഓടിക്കുന്നതിലും നിൽക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നവന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ ജയത്തോടെ നടത്തിയില്ലേ? കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ലോകത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളെ താങ്ങി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കുടുംബമായി ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. സ്നേഹതീരം പ്രയർ ഫാമിലി അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ ഫാമിലികളെയും, വിശേഷ ഇന്ന് രാത്രി ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ സാഹചര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പാടുവാനായി, പ്രാർത്ഥിക്കുവാനായി, ആരാധിക്കുവാനായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാകയാ. അപ്പന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുവാൻ അങ്ങ് ശക്തനാണല്ലോ. ബന്ധനമില്ലാത്ത ദൈവ വചനത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാ ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണത്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ചില പ്രിയപ്പെട്ടവർ ഭയപ്പെടുവാൻ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇന്ന് രാത്രി സ്വർഗമിടയാക്കണത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാകുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാൽ ഇന്ന് രാത്രി വ്യാപരിക്കുമല്ലോ. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ ഇന്ന് രാത്രി പാടി ആരാധിക്കുവാൻ കർത്താവിനേക്ക് കൃപ നൽകുകയാണ്. ആദിയോടൊക്കെ പരിശുദ്ധാത്മാവാൻ ദൈവം കൂടിയിരിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ ഭക്തനായ ഇയ്യോബിനോട് സ്വർഗത്തിലെ ദൈവം ചോദിച്ചു, ഇയ്യോബേ, കരയുന്ന കാക്കക്കുഞ്ഞിന് അതിന് തീനെത്തിച്ചു കൊടുക്കേണ്ടത് ആരാ? ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ ആരാ? ഹല്ലേലൂയ. ആരാ ഇയ്യോബേ? കഷ്ടതയുടെ വേദനയുടെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യം വന്നപ്പോ നന്മ അനുഭവിച്ച കാലത്ത് ചേർന്ന് നിന്ന് കൂട്ടുകാർ വിട്ടിട്ടുപോയി. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത് കൂടെ നിൽക്കാമെന്ന് ഉഭയസമ്മതം ചൊല്ലി
ആമേൻ 10 മക്കളെ ജനിപ്പിക്കാൻ ആമേൻ ഉദരത്തിൽ ഭാഗ്യം ലഭിച്ച യോബിന്റെ ഭാര്യ ആ കഷ്ടതയുടെ നടുവില് തിരിച്ചു കളഞ്ഞിട്ട് പോയി ചത്തോളാൻ പറഞ്ഞത്. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവര് ആമേൻ ജഡീകന്മാരും പ്രാകൃതന്മാരും ഉണ്ട് കേട്ടോ. ആത്മീയതയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വന്ന, ഒരു വേദന വന്ന, ഹല്ലേലൂയ, അത് കാണുമ്പോൾ അതേ മറന്നു കളയുന്നവരുണ്ട്, മാറിപ്പോകുന്നവരുണ്ട്. എന്നാൽ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായി അടുത്ത് നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ഇയ്യോബ് തകർന്നു പോകുവാൻ അനുവദിക്കാതെ ഇന്ന് പകലിലും പലരും കഷ്ടത കണ്ട് മാറിപ്പോയപ്പോ, പലരും വേദന കണ്ട് അകന്നു പോയപ്പോ, അതേ പുരോഹിതൻ മാറിപ്പോയതുപോലെ, ലേവ്യൻ മാറിപ്പോയതുപോലെ, ആമേൻ നിന്റെ കൂടെ ആയിരുന്നവർ, അതേ നിന്നെ അടുത്തറിഞ്ഞവർ പലരും അകന്നുപോയപ്പോൾ, മറന്നു കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, മാറാത്തവനായി, മറക്കാത്തവനായി, മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ കൂടെയിരുന്ന് ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ മൗനമായി ഇരിക്കാതെ അതരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി ഓ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വാദിക്കുന്നവൻ, ജ്ഞാനത്തോടെ നിൽക്കുക. കൃപ ലഭിച്ച
എത്ര പേർ അറിയുന്നു ദൈവം എനിക്ക് അനുകൂലമാണ്? ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർ സന്തോഷത്തോടെ ആമേൻ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ. അതെ, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാം വാക്യമാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാനായി ധ്യാനിപ്പാനായി സ്വർഗത്തിന് വലിയവനായ ദൈവം നൽകിയത്. ആത്മാവിനാൽ എഴുതിയ വചനം. ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം വായിക്കാം. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ധ്യാനിച്ചാൽ അവനെക്കുറിച്ചും മനുഷ്യപുത്രന് തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച പുരുഷാരത്തോടും ശിഷ്യന്മാരോടുമായി പറഞ്ഞതാണ്. ഹല്ലേലൂയ. അവന് വേണ്ടി നിലകൊള്ളുവാൻ ധൈര്യപ്പെടുക. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശ്രോതാക്കളായി ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കുന്ന എന്റെ കൂടപ്പിറപ്പിനോട്, എന്റെ സ്നേഹിതരോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ സഹോദരി സഹോദരന്മാരോട്, ആമേൻ, ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായി, ചെറിയവരെന്നോ വലിയവരെന്നോ വൃദ്ധരെന്നോ യവനക്കാരെന്നോ കുഞ്ഞുങ്ങളെന്നോ പ്രായ ഭേദ വ്യത്യാസമന്യേ എല്ലാവരോടും ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അവന് വേണ്ടി നിലകൊള്ളുവാൻ ധൈര്യപ്പെടുക. ഹല്ലേലൂയ. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് ഈ ലോകം വ്യഭിചാരമുള്ള ലോകമാണ്. ഈ ലോകം പാപമുള്ള ലോകമാണ്. ഈ ലോകത്തിൽ വളർന്നു വരുന്ന തലമുറ വ്യഭിചാരത്തിനും പാപത്തിനും പിന്നാലെ ഓടുന്നത് കണ്ടിട്ട് യേശു കർത്താവ് അവർ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ തലമുറ എന്ന് പറയുന്നത് സോദോമിന്റെ കാലം പോലെയാ.
നോഹയുടെ കാലം പോലെയാ. ബോധിച്ചവരെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കുന്ന കാലം, ലൈംഗിക അരാജകത്വം കൊടികൊത്തി വാടുകൊണ്ടിരിക്കുന്ന കാലം, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധശുദ്ധികളും കൊള്ളരുതായ്മകളും അരും കൊലയും ആമേൻ കരിഞ്ചന്തയും പിടിച്ചുവരയും വെട്ടിക്കൊലപാതകവും ആമേൻ അക്രമവാസനയും കൊടികൊത്തി വാടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ തന്നെ ശ്രദ്ധിച്ച ജനത്തോടായി ഇങ്ങനെ പറഞ്ഞു, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും ഇന്ന് രാത്രി അതേ സമകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതുപോലെ വ്യഭിചാരം, ഇതുപോലെ പാപം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇന്ന് രാത്രി ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ രക്ഷിക്കപ്പെടുവാൻ വിസമ്മതിച്ചാൽ, സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ലജ്ജിച്ചാൽ, ഹല്ലേലൂയ, ഭാര്യയെ പ്രീതിപ്പെടുത്തുവാൻ, മക്കളെ തൃപ്തിപ്പെടുത്തുവാൻ, കൂടപ്പറപ്പിനെ സന്തോഷിപ്പിക്കുവാൻ, വചനം നീ കേട്ടു, വചനപ്രകാരം നീ ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ടു, എന്നിട്ട് ഈ വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെ കുറിച്ച് നാണിച്ച, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ, ജോലി മേഖലയിൽ, സമൂഹ കൂടപ്പിറപ്പിന്റെ ഇടയിൽ, അതേ സ്നേഹിത, ഈ വ്യഭിചാരമുള്ള, ഈ പാപമുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നിമിത്തവും അതേ കർത്താവ് യേശു ക്രിസ്തു നിമിത്തവും നീ ലജ്ജിക്കുന്നു, നീ നാണിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, ഹല്ലേലൂയ, നാണിക്കേണ്ടി വരും. ഹല്ലേലൂയ, വ്യഭിചാരവും പാപപൂർണവുമായ ഈ തലമുറയിൽ എന്നെയും എന്റെ വാക്കുകളെയും കുറിച്ച് ആരെങ്കിലും ലജ്ജിച്ചാൽ, ഹല്ലേലൂയ, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അത് ലജ്ജിക്കേണ്ടതായി വരും. ഹല്ലേലൂയ, ആമേൻ. അതേ മത്തായി സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ മത്തായി സുവിശേഷം എഴുതിയപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് താൻ എഴുതി. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർന്നു പറയും. എന്തുകൊണ്ടാണ്? വ്യഭിചാരവും പാപവുമുള്ള തലമുറയോട് ഇഴകിച്ചേർന്ന് അവരുടെ പാപ സ്വഭാവത്തെ വെടിയാതെ കണ്ട് അവരോടുകൂടെ ജീവിച്ച് ഇഴകിച്ചേർന്ന് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടത്തി ഒരു കൂട്ടത്തിന്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് അത്ഭുതം നടത്തിയെന്നും വീര്യപ്രവൃത്തികൾ ചെയ്തെന്നും അടയാളങ്ങൾ ചെയ്തെന്നും സാക്ഷിയുമായി അവിടെ ചെന്ന് പറയുമ്പോൾ, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയുക. ഹല്ലേലൂയ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ ഒരിക്കൽ യേശു കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോ ഒരു ബാലിക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ കർത്താവിനെ അവൻ തള്ളിപ്പറഞ്ഞു. എന്താ കാര്യം? ഇവനും അവന്റെ കൂടെയുള്ളവനാ, ഇവനും അവരുടെ കൂടെയുള്ളവനാ, ഒരു സംശയമില്ലെന്നേ. പത്രോസിന് കാര്യം മനസ്സിലായി. ഞാനും അവന്റെ കൂടെ ഉള്ളവനാണെന്ന് ഇവർക്ക് പിടികിട്ടി. അല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ തലവെട്ടു. ഹല്ലേലൂയ. അതെ, തല വെട്ടുകയല്ല, കൊന്നുകളയുമെന്നുള്ള ഭീതി നിമിത്തം, ഹല്ലേലൂയ, അരുമനാഥനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഹൃദയത്തെ അറിയുന്ന നാഥൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ കോഴി കൂകുന്നതിന് മുമ്പ് എന്നെ 3 വട്ടം തള്ളിപ്പറയും.
ഹല്ലേലൂയ. തെറ്റുപറ്റിയില്ല, മുഖത്ത് നോക്കി പറഞ്ഞു, നീ തള്ളി പറയൂ. ആമേൻ. സമയമായപ്പോ, സാഹചര്യം ഒത്തുവന്നപ്പോൾ അവൻ തള്ളി പറഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി ആമേൻ എന്നെയും ആമേൻ വചനത്തെയും ആമേൻ അതെ തള്ളിക്കളഞ്ഞാൽ, ലജ്ജിച്ചാൽ നീയും ലജ്ജിക്കേണ്ടി വരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അതിന്റെ 41 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിലൂടെ മത്തായി സുവിശേഷം എഴുതിയപ്പോൾ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അതെ ഞാനും നിങ്ങൾ ദൈവസഭയിൽ ആയിരിക്കുന്ന ഓരോരുത്തരും അല്ല ആമേൻ ഈ ലോകത്തിലുള്ള മാനവരാശി മുഴുവനും മനസ്സിലാക്കാൻ എഴുതി. എന്താ എഴുതിയത്? പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആഗതമായിക്കൊണ്ടിരിക്കുകയാ. ഒരു അന്ത്യ ന്യായവിധി ഉണ്ട് ദൈവമക്കളെ. ആ ന്യായവിധിയുടെ മുമ്പിൽ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവേ. നിത്യ രക്ഷയിലേക്കല്ല, നിത്യ ജീവനിലേക്കല്ല, ഇടത്തുള്ളവരെ നിത്യ അഗ്നിയിലേക്ക് തള്ളുകയാ. അത് വലത്തുള്ളവരോട് നിത്യ രാജ്യത്തിലേക്ക്. ഇന്ന് രാത്രി നീ ഇടത്തോ വലത്തോ, നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നീ നിർണയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇടത്തുള്ളവരോട് പറഞ്ഞു, ആമേൻ, അതേ നിത്യ അഗ്നിയിലേക്ക്. ആർക്ക്? എന്നെ വിട്ടു പോ. കാരണം ശപിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് നിന്റെ സ്ഥാനം. ഇന്ന് രാത്രി നിന്റെ സ്ഥാനം എവിടെയാ? നിന്റെ പേരെവിടെയാ? ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ഹല്ലേലൂയ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. അതിന് കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും എന്ന് അവരോട് പറഞ്ഞു. ഈ ഏറ്റവും ചെറിയവരെ ഒരുത്തരും നിങ്ങൾ ചെയ്യാനിടത്തോളമല്ല എനിക്കാകുന്നു ചെയ്യാനത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് ഉത്തരം അരുളി. ഹല്ലേലൂയ. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഹല്ലേലൂയ. നിത്യജീവൻ അവകാശിയായി നിത്യജീവന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാകുതമാ. കാഹളം മുഴങ്ങുമ്പോൾ നീതിമാന്മാർ ഇവിടുന്ന് എടുക്കപ്പെടും. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കരുകൾ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അങ്ങനെ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുമോള്, ചെറിയ മോള്, ആമേൻ ആമേൻ, അവൾക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ആമേൻ ചില പാട്ടുകളൊക്കെ ആമേൻ വലിയ ചൂടൊന്നുമില്ല, നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ അവള് ആമേൻ മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ആമേൻ അതെ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വർഷം 3ലേക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ, വീട്ടിലിരുന്ന് എഴുതി പഠിക്കുകയാണ്. ആമേൻ. എന്നാൽ ഒരു പാട്ട് ഒന്ന് കേട്ടാൽ ആമേൻ അത് ബൈഹാർട്ടായി പാടാനുള്ള ഒരു കൃപ കുഞ്ഞിന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞ് പാടുന്ന പാട്ട് അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി മാറുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞിന്റെ പാട്ട് പതിവായി കേൾക്കുന്ന ഒരങ്കിള് ആമേൻ അതെ കുഞ്ഞിനെ വിളിച്ച് ആമേൻ പലപ്പോഴും അതെ കുഞ്ഞിനെ ആമേൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇന്നലെയും കുഞ്ഞിനെ വിളിച്ച് പ്രോത്സാഹിപ്പിച്ച് കുഞ്ഞിനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഇന്ന് ആ ഗിഫ്റ്റ് ഒക്കെ
കുഞ്ഞ് ആമേൻ സ്വീകരിച്ചും ആമേൻ സന്തോഷത്തോടെ കരുതുന്നവൻ ഞാനല്ലയോ? അല്ല. ആമേൻ എന്തിനെന്ന് ചോദിക്കില്ല. ആമേൻ എനിക്കായി കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ വളരെ വാടിയ മുഖത്തോടു കൂടി ഇരിക്കുന്നത്? നാം കർത്താവിന് വേണ്ടി നാണിക്കാതെ, കർത്താവിന് വേണ്ടി ലജ്ജിക്കാതെ ആമേൻ പാടാനും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ വാടിയ മുഖത്തോടു കൂടി ഇരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആ അങ്കിൾ ഈ ലൈവിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ലൈവിൽ ആമേൻ പുറകിൽ നിന്ന്, ക്യാമറയുടെ പുറകിൽ നിന്ന് ആമേൻ വചനം ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും പറയും ക്യാമറയുടെ മുമ്പിൽ നിന്ന്, ആമേൻ ഫോണിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു, നീ പുറകിൽ നിന്ന് സംസാരിച്ചാൽ മതി. കാരണം എന്താ? ആരൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് അല്ല പ്രസംഗിക്കുന്നത്, വിശ്വാസത്താൽ ദൈവം നൽകുന്ന ദൂത് വിളിച്ചു പറയുക. ആമേൻ. എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ആമേൻ, കുഴപ്പമില്ല. ആമേൻ. ആളും തരവും നോക്കിയിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, കുഴപ്പമില്ല. എന്നാൽ ഇന്ന് രാത്രി സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അതേ പ്രാർത്ഥനയോടായിരിക്കുന്ന നിങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം മാനുഷികമായ മുൻവിധികളെ എടുത്തു മാറ്റിക്കൊണ്ട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ആരൊക്കെ ഈ ലൈവിലുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ലൈവിൽ വചനം ശ്രദ്ധിക്കുന്നത് ആരൊക്കെയാണ് സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനാപൂർവമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളോട് കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മുഴങ്കാൽ മടക്കിയപ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും. ഹല്ലേലൂയ. ആമേൻ. അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുത്ത്. ആമേൻ. അതെ, കർത്താവിന്റെ വരവിങ്കൽ ഞാനിന്ന് തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ലോകത്ത് അനേകര് വിശ്വാസത്തിൽ നിന്ന് ആമേൻ പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം പ്രാർത്ഥനാ റൂമിനകത്ത് ആൾ മാറിയവനെ പോലെ എഴുന്നേൽക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിൽ ആത്മാവിനാൽ നിന്നെ നിറച്ച് അതേ ധൈര്യത്തോടെ ചുവടുകൾ വെക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. എന്നിട്ട് എന്നോട് തന്നെ നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആമേൻ. ദൈവമോ അവനോട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. ആമേൻ. അനവധി വസ്തുവകകൾ എന്ത് ചെയ്യുക? സ്വരൂപിക്കുക, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിനക്കേറിയ ആണ്ടുകൾക്ക് നീ മതിയായ അനവധി വസ്തുവകകളെ എന്ത് ചെയ്യുക? സ്വരൂപിച്ചു വെക്കുക, എന്നിട്ട് ആശ്വസിക്കുക, എന്നിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവമോ അവനോട്, ബൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകലിലും വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ചുറ്റും ആമേൻ വിശ്വാസത്തിനു വേണ്ടി നീതിയോടെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, കഷ്ടമുണ്ട് കേട്ടോ, വേദനയുണ്ട് കേട്ടോ, നിരാശയുണ്ട് കേട്ടോ. എന്നാൽ അതിന്റെ നടുവിൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് ഉണ്ടെന്ന്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു.
ജയിച്ചവരാ. ഹല്ലേലൂയ. ഈ ലോകത്തെ ജയിച്ച കർത്താവ് കൂടെയുള്ളപ്പോ ചുറ്റുപാടും വെട്ടിപ്പിടിച്ച് ആമേൻ സ്വരൂപിച്ച് ആശ്വസിച്ച് തിന്നുന്ന കുടിക്കുന്ന ആനന്ദിക്കുന്ന ഒരുപാട് പേരുള്ള ലോകത്ത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ വന്നത് എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാ. മാനവരാശിയെ രക്ഷിക്കാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ക്രൂശെടുത്ത് ആമേൻ ഗോൽഗോത്ത മലമുകൾ ആമേൻ എത്തി. ഹല്ലേലൂയ. വീണ്ടും എഴുന്നേറ്റു, ചാട്ടവാറുകൾ കൊണ്ട് അടി ഏറ്റു. ആമേൻ. തലയിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങിയും ആമേൻ കൈപ്പ് കാടി കുടിച്ചു. ആമേൻ. അതെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ അവൻ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടവനായി കിടക്കുകയാ. അവനെ കുറിച്ച് യക്ഷയപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് മാനവരാശിക്ക് രക്ഷ പിതാവായ ദൈവം ഒരുക്കിയത്. സ്നേഹിത, ആമേൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവമൈതൻ, ഹല്ലേലൂയ, അവന്റെ ഭക്തനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ, ഹല്ലേലൂയ, സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം ആമേൻ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. ഹല്ലേലൂയ. എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ചുവട് വെച്ച് ദൈവനാമ മഹത്വത്തിനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതേ വിശ്വസ്തയോടെ ചെയ്യുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തിമോഥെയോസിനെ ഉറപ്പിക്കുകയാ. ഇന്ന് രാത്രി കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവപൈതലേ, ആമേൻ, അവിടുത്തെ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. അതെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഏറ്റുപറയും. നിന്റെ സഹോദരങ്ങളോട് നീ യേശുവിനെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കരുത്. നിന്റെ കൂടപ്പുറപ്പിനോട് യേശുവിനെ കുറിച്ച് പറയുവാൻ നീ ലജ്ജിക്കരുത്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ, അതെ, ആ പ്രവാസത്തിലായിരിക്കുന്ന ദാനിയേൽ, ഹല്ലേലൂയ, വിശുദ്ധിക്ക് വേണ്ടി ആമേൻ തന്നെ സമർപ്പിച്ചു. ആമേൻ. നയമാന്റെ വീട്ടിലെ ആമേൻ ബാല്യക്കാരി പെൺകുട്ടി ആ കുടുംബത്തിലെ വേലക്കാരിയായിരിക്കുമ്പോഴും നയമാന്റെ കുറ്റം മാറ്റുവാൻ കഴിയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അവൾ വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി നീ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തിലായിരുന്നാലും, ആമേൻ, ഏത് ജോലി മേഖലയിലായിരുന്നാലും, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നാലും, ആമേൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയെ അറിഞ്ഞ നീ അവനെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കരുത്. കാരാഗ്രഹത്തിനകത്ത് അടികൊണ്ട് കിടക്കുമ്പോഴും രാത്രിയിൽ പൗലോസും ശീലാസും ആരാധിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അതെ, ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നോക്കുക, ശരീരമാസകലം അടികൊണ്ട്. എന്തിനാ അടികൊണ്ടത്? പുഴയോരത്ത് പ്രസംഗം കേട്ട ലുദിയയും കുടുംബവും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി. ഇതൊരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വെളിച്ചപ്പാടത്തിക്കാരി ആമേൻ, അതെ, ഇവരെ അനുഗമിക്കുവാൻ തയ്യാറായപ്പോൾ തിരിഞ്ഞ് ശാസിച്ചു. അവളിലുള്ള ദുരാത്മാവ് അവളെ വിട്ടുപോയി. ആമേൻ. അവൾ അനേകർക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അത് ഇല്ലാതായപ്പോൾ ആമേൻ പൗലോസിനെയും ശീലാസിനെയും അടിച്ച് അത് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവനാമ നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ആമേൻ. അതെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും
തള്ളിപ്പറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എനിക്ക് ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവകരം കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. മോശനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നുവല്ലോ. ഇന്ന് രാത്രി സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് അത് വിശ്വസിക്കുന്ന യവനും യഹൂദനും പിന്നെ യവനനും അത് ദൈവ രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ. വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവ ശക്തി അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ. നിന്നെ തകർക്കുമെന്ന് ഭീതിപ്പെടുത്തുന്ന നിന്നെ ഇല്ലാതാക്കുമെന്ന് ഭീതിപ്പെടുത്തുന്ന വൈകാരിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ നിന്നെ വിട്ടുമാറുവാൻ ഉതകുന്ന ദൈവ ശക്തിയോ ഹല്ലേലൂയ. അഹങ്കാരമോ മനുഷ്യന്റെ ഭയമോ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള ആഗ്രഹമോ ക്രിസ്തുവിനെയും അവന്റെ സുവിശേഷത്തെയും കുറിച്ച് മനുഷ്യരെ എന്ത് ചെയ്യും? ലജ്ജിപ്പിക്കും. ഹല്ലേലൂയ. അവനെ ഉത്സാഹമില്ലാതാക്കും. ഹല്ലേലൂയ. അവനെ നിരുത്സാഹപ്പെടുത്തും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആമേൻ എല്ലാ തലമുറയെയും അറിയുകയാണ്. ഹല്ലേലൂയ. ലോകമുണ്ടായ കാലം മുതലേ എല്ലാ തലമുറയും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. നോഹയുടെ കാലം ആ തലമുറയെ ദൈവം അറിഞ്ഞു. എന്നിട്ട് നോഹയ്ക്ക് കൃപ കൊടുത്തു. ഈ കാലഘട്ടങ്ങളിലും ആയിരിക്കുന്ന തലമുറകളെ അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നോഹയുടെ കാലഘട്ടങ്ങളിൽ നോഹയുടെ തലമുറയിൽ അവൻ വേറിട്ടവനായി ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവം അവന് കൃപ കൊടുത്തു. ഇന്ന് രാത്രിയിലും ആമേൻ വ്യഭിചാരവും പാപവുമുള്ള തലമുറയുടെ നടുവിൽ വേറിട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് കൃപമേൽ കൃപ പകരുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ അവിടുത്തെ കൃപ പകരുവാൻ അവൻ ശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ തന്റെ ഭൂമിയിലെ ആമേൻ ഈ ലോക ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ തലമുറ വ്യഭിചാരവും പാപപൂർണമായ ഒരു തലമുറ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞ നീതിയേക്കാൾ പാപത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ അവൻ കണ്ടിട്ട് വിളിച്ചു പറയുക വ്യഭിചാരവും പാപവുമുള്ള തലമുറ. ഇന്ന് പലർക്കും നീതി സത്യം എന്തെന്നറിഞ്ഞാലും അതിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എത്രമാത്രം നിന്നോട് ഇടപെട്ടിട്ടോ ഹല്ലേലൂയ ആഴമായി നിന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തിന്റെ സ്നേഹത്തെ നീ രുചിച്ചറിഞ്ഞിട്ടോ ഹല്ലേലൂയ ഈ പാപമുള്ള ഈ വ്യഭിചാരമുള്ള തലമുറയുടെ കൂടെ കൂടി സമയം നഷ്ടപ്പെടുത്തി നീതിമാനായ ലോത്ത് വലഞ്ഞു പോയതുപോലെ തലമുറ നശിച്ചു പോയതുപോലെ ജീവിത പങ്കാളി തകർന്നു പോയതുപോലെ തകർന്നു പോകുവാൻ ഇടയാകാതെ അബ്രഹാമിനെ പോലെ വിടേണ്ടതിനെ വിട്ട കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ ചുവടുവെച്ച അബ്രഹാം പിതാവിനെ പോലെ സ്വർഗീയ പർവ്വതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം നിന്റെ വിശ്വാസത്തിന്റെ വർദ്ധനവിന് ഉതകുവാൻ തക്കവണ്ണമിടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ നാടുകളിൽ അവിടുന്ന് കണ്ടുമുട്ടിയ തലമുറ പാപത്തെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല. ഹല്ലേലൂയ. നമ്മുടെ തലമുറ അറിവിലും സാങ്കേതിക വിദ്യയിലും വളരെ അധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തെയോ സത്യത്തെയോ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് എന്തില്ല? മനസ്സില്ല. ഹല്ലേലൂയ. അങ്ങനെ പാപം നൂതന അനുവാദങ്ങൾ സ്വീകരിച്ച് ഹല്ലേലൂയ ചോദിക്കേണ്ട ചോദ്യം ഈ തലമുറയിൽ പാപം ചെയ്യുവാൻ ഒരാൾ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നീതിയിൽ പ്രവർത്തിക്കുവാൻ ഒരാൾ ലജ്ജിക്കുന്നത് എന്തുകൊണ്ടാണ്? പാപം ചെയ്യുവാൻ, ആരും കൊലപാതകം ചെയ്യുവാൻ, പിടിച്ചു വരയ്ക്കുവാൻ,
പട്ട പകലെന്നില്ല. ഹല്ലേലൂയ. അതെ, പൈശാചിക പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ ലജ്ജിക്കാത്ത വളർന്നുകൊണ്ടിരിക്കുന്ന വഷളത്വം നിറഞ്ഞ തലമുറ എന്തുകൊണ്ട് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഹല്ലേലൂയ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നില്ല? ചോദിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ തലമുറയിൽ യേശു ക്രിസ്തുവിനായി ജീവിക്കുവാൻ ഹല്ലേലൂയ തെരഞ്ഞെടുക്കുന്നത് ഹല്ലേലൂയ നിത്യതയിൽ ഒരു വലിയ പ്രതിഫലം ലഭിക്കുവാൻ തക്കവണ്ണമിടയാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന തലമുറകൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, നിങ്ങൾ പാപം ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുമോ? അതോ ഈ പാപമുള്ള, ഈ വ്യഭിചാരമുള്ള ലോകത്തിൽ ഹല്ലേലൂയ നിങ്ങൾ സത്യത്തിന് വേണ്ടി ആമേൻ നിങ്ങൾ നിഷ്കളങ്കതയോടെ ജീവിക്കുവാൻ അതെ സ്വയം സമർപ്പിക്കപ്പെടുമോ? ഹല്ലേലൂയ. ഈ തലമുറയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കപ്പെടുമോ? ഹല്ലേലൂയ. നിത്യതയിൽ ആമേൻ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണമിടയായി. അതിനാൽ എല്ലാ കാര്യങ്ങളിലും ആമേൻ അതെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നവർ ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഈ ലോകം അതിന്റെ സന്തോഷങ്ങളും ശേഷം ഹല്ലേലൂയ അതിൻ്റെതായ ദുഃഖങ്ങളും നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ജീവിക്കുന്നത് ഒരു പ്രയോജനവുമില്ലാത്ത ആമേ നിത്യനാശത്തിലേക്ക്, നിത്യ അഗ്നിയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന ജീവിതമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നഷ്ടമാക്കുന്ന, തകർക്കുന്ന പൈശാചിക പ്രവൃത്തികളെ ഉപേക്ഷിച്ച് നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നീ കേട്ട് വിശ്വസിച്ച അത് നിന്റെ ജീവിതം, നിന്റെ ഹൃദയം ആമേൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായ നിത്യജീവൻ നിനക്ക് ലഭിക്കുവാൻ തക്കവണ്ണമിടയായിരിക്കും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. സ്നേഹിത, നിന്റെ ഈ ഭൂമിയിലെ ശിഷ്ടായുസ് വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ ഉണ്ടാക്കി ആഡംബര ജീവിതം നയിച്ച് ഹല്ലേലൂയ ക്ഷണിക ജീവിതം ആമേൻ ഇവിടെ നീ പലതും വെട്ടിപ്പിടിച്ച് ആമേൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്നുള്ള ചോദ്യം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചാൽ എന്താണ് നിനക്ക് മറുപടി പറയുവാനുള്ളത്? ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, മറ്റുള്ളവരോട് ദയ കാണിക്കുക, ദുർബലരായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കഴിയും പോലെ സഹായിക്കുക, പാപബോധനം നൽകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുക തുടങ്ങിയ നീതി പ്രവർത്തികളാണ് നാം അനേകരുടെ മുമ്പാകെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ ആമേൻ നാം പറയുക നാം തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് ഹല്ലേലൂയ നമ്മളിലൂടെ അനേകർക്ക് സാക്ഷ്യം ആമേൻ കേൾക്കുവാൻ അവസരമൊരുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നാം ദൈവ ആമേൻ നാമ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ശിഷ്ടായുസ് പ്രയോജനപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എങ്ങനെയാ യേശു ഇന്ന് ജീവിക്കുന്നു? യേശു എന്നെ സഹായിച്ചു, എന്നെ വിടുവിച്ചു, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി എന്ന് പറയുവാൻ കഴിയുന്നതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് മറ്റുള്ളവരോട് പറയുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ തയ്യാറാകുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാൻ തള്ളിപ്പറയും. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനുള്ള ആമേൻ വിശ്വാസികൾ അവന് വേണ്ടി പരസ്യമായി നിലകൊള്ളുകയും അവനെ തങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുകയും വേണം.
നാളിതുവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, അല്ല വരും ദിവസങ്ങളിൽ ഈ ലൈവ് കാണുന്നെങ്കിൽ, ഈ വീഡിയോ കാണുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവേ, ഞാനൊരു പാപിയായ എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത്, ആ നിത്യത അങ്ങയിലൂടെ മാത്രമേ എനിക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ള സത്യം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ നിശ്ചയമായും നിന്റെ പാപത്തെ ക്ഷമിച്ച് ആ നിത്യത നിനക്ക് നൽകുവാൻ കൊണ്ടുമിടയായി. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇങ്ങനെ ആത്മാവിൽ എഴുതി, കർത്താവിൽ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അവനെ നിരാകരിക്കുകയാണ്, അവനെ നിഷേധിക്കുന്നത് പോലെയാണ്. അതേ, വിശ്വാസം യാഥാർത്ഥ്യമല്ലെന്ന് മൗനം എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഇന്ന് അനേകർ അങ്ങനെയാണ്. എത്ര കേട്ടാലും മൗനം. ഭർത്താവ് പോയി ഭാര്യയോട് എത്ര പറഞ്ഞാലും ഭാര്യ ഹല്ലേലൂയ, മൗനം സമ്മതമാണ്, അല്ലെ? എന്നാൽ ഇവിടെ പറയുന്നു, അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അവനെ നിരാകരിക്കുന്നതും നിഷേധിക്കുന്നതും പോലെയാണ്. വിശ്വാസം യാഥാർത്ഥ്യമല്ലെന്ന് മൗനം എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. രഹസ്യ വിശ്വാസികളാകാൻ ആഗ്രഹിക്കുന്നവരും യേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാത്തവരും ഭയങ്കരമായ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറഞ്ഞ ദൈവം മുമ്പാകെ നിശബ്ദതയോട് അവസാനമായി നിലകൊള്ളുന്നതിനേക്കാൾ കഷ്ടത, മരണം ഏതാണെങ്കിലും ഹല്ലേലൂയ, അതെ, പരസ്യമായി യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. അതെ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും ഹല്ലേലൂയ പിതാവിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? തള്ളിപ്പറയും. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ കണ്ട് പരസ്യമായി യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ധൈര്യമുള്ളവൻ, കൃപലഭിച്ചവൻ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ യേശു കർത്താവ്
വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് ആമേൻ അവർക്ക് എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിയും? ശദ്രക്ക്, മേശക്ക്, അബേദ്നേഗോ എന്ന് ആമേൻ പഴയ നിയമ വിശുദ്ധന്മാർ പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ അടക്കി വാഴുന്ന നെബൂഖദ്നേസർ രാജാവും ആമേൻ പ്രജകളും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെയും രാജാവിന്റെ കൽപ്പനയും അംഗീകരിക്കാത്തവരെ, ആമേൻ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചുളയ്ക്കകത്തെടുത്ത് ഹല്ലേലൂയ ആമേൻ ശദ്രക്കേ, മേശക്കേ, അബേദ്നേഗോയെ ഹല്ലേലൂയ ശ്രദ്ധിച്ചേ ആമേൻ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ചുവടുവെക്കുന്ന അഭിഷക്തന്മാരെ BC കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 3 സഹോദരന്മാരെ തീച്ചുളയുടെ മുമ്പിൽ നിർത്തിയിട്ട് ആമേൻ അതെ തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയുടെ മുമ്പിൽ അവരുടെ വിശ്വാസത്തെ അവർ ആമേൻ ത്യജിച്ചില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാൽ രക്ഷിച്ചു, ഞങ്ങളെ വിടുവിച്ചാൽ വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുന്ന വിഷയം. ഹല്ലേലൂയ ആമേൻ. കോപാസ്ഥിതനായ രാജാവ് ആരിവിടെ പ്രജകളെ വരുത്തി. ഹല്ലേലൂയ അതേ 3 ബാലന്മാരെ പിടിച്ചു കെട്ടി എരിയുന്ന തീച്ചുളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ തീച്ചുളയ്ക്കകത്തേക്ക് അണികൾ പ്രജകൾ നോക്കി നിൽക്കേ ആമേൻ അത് വലിച്ചിഴച്ച തീച്ചുളയ്ക്കകത്തേക്ക് തള്ളി കൊണ്ട് ഇട്ട ആമേൻ വ്യക്തികൾ വെന്തുപോയി. എന്നാൽ എബ്രയ ബാലന്മാരാകട്ടെ തീച്ചുളയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു പോരല് പോലും ഏൽക്കാതെ ഹല്ലേലൂയ രാജാവ് ആമേൻ ശ്രദ്ധിച്ചു നോക്കി. ഹല്ലേലൂയ അതെ നമ്മൾ 3 പേരെയല്ലേ തീച്ചുളയ്ക്കകത്തിട്ടത്? അതെ 4 പേരെ കാണുന്നു, 4ാമത് ഒരുവനെ അവരുടെ കൂടെ കാണുന്നു. ഇന്ന് രാത്രി ഒറ്റയ്ക്കല്ല, ലോകത്തിൽ നിനക്ക് ശബ്ദമുണ്ട്. എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചവനാ. വിശ്വസിക്കുന്ന നിന്നോട് കൂടെ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മഹത്വം കൊടുക്കാം. തീയുടെ ബലത്തെ കെടുത്തുവാൻ ശക്തരായവൻ തീച്ചുളയ്ക്കകത്തിറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ അഗ്നിതൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ നിന്നെ അതേ സഹോദര, അതേ മാതാവേ, അതേ കൂടപ്പറപ്പേ, അതെ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, നീ അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത്, നീ ഒഴുക്കുന്ന കണ്ണുനീരില്ലേ, അതേ മാർത്തയുടെ മറിയുടെ കണ്ണുനീരിനെ മറികടക്കാതെ നാഥൻ വന്നു കേട്ടോ. ഇന്ന് രാത്രി അവൻ നിന്റെ ചാരത്തുണ്ട്. ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ മറന്നാലും മറക്കാത്തവൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ ആമേൻ. എബ്രയ ബാലന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തെടുത്തെറിഞ്ഞെന്ന്. ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹം നിനക്ക് കേടുവരുത്താതെ ഇത്ര വലിയ പ്രതികൂലത്തിനകത്ത് നിന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിച്ചുവോ? അതേ സ്നേഹിത, നിന്നിലൂടെ അനേകരെ ഈ ആരാധിക്കുന്ന ദൈവത്തെ അറിയുവാൻ പോവുകയാണ്. എങ്ങനെയാ? ഈ കഷ്ടതയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ ലോകം വിശ്വസിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാ, വിശ്വസിക്കുന്നവർക്ക് ദൈവരക്ഷയ്ക്കായി ദൈവശക്തിയായി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ്. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. യേശു ഇന്ന് ജീവിക്കുന്നു എന്നുള്ള സത്യം, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നുവെന്നുള്ള യാഥാർത്ഥ്യം, യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ കഴിയുമെന്നുള്ള പരമസത്യം തലമുറയോട് പറയുവാൻ, പാപം ഒഴിവാക്കി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വർഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ വ്യഭിചാരവും പാപവും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ സത്യസുവിശേഷത്തിൽ എത്തുകൂടാതെ പ്രസംഗിക്കുവാൻ അറിയിക്കുവാനുള്ള കൃപ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്നവരുടെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവിനെ വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ലോകത്തിന്റെ അറ്റത്തോളം അങ്ങയെ ഉയർത്തുവാൻ, സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷിക്തന്മാർക്കായി, ദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധൈര്യത്തോടെ അങ്ങയെ പ്രസ്താവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ആരും ലജ്ജിതരായി തീരുവാനിടയാകാതെ അങ്ങയെക്കുറിച്ച് ലഭിക്കുന്ന അവസരങ്ങളിൽ എല്ലായിടത്തും അങ്ങേ വെളിപ്പെടുത്തുവാൻ എല്ലാവർക്കും അങ്ങ് കൃപ കൊടുത്താൽ, രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. ഭാവികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രശ്നം ഇന്നും നടക്കുമല്ലോ. ആവശ്യഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സമാധാനം, സൗഖ്യവും വിടുതലും പ്രാപിക്കും. അങ്ങ് നൽകിയ ആത്മീയാധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പറപ്പിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മടിക്കരുത്, മറക്കരുത്. കാരണം ഒരു പാപി ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ആമേൻ. നിങ്ങൾ ഇതിന് ലജ്ജിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്വർഗസ്ഥനായ പിതാവ് ലജ്ജിക്കും. കാരണം ഇത് സാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, ഇത് ആമേൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന യുവ തലമുറകളെ, വ്യഭിചാരവും പാപവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു പാപിയെങ്കിലും മനസ്സാന്തപ്പെട്ട സ്വർഗം സന്തോഷിക്കും. അതിനൊരു കൈത്താങ്ങലായി, അതിനൊരു പങ്കാളിയായി സ്നേഹതീരം ഫാമിലിയോട് കൂട്ടായ്മ കാണിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവരായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹതീരം ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഉണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, ശുഭരാമ.